ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിം മാസ്റ്റർ MZ. അതായത് ഇപ്പോഴത്തെ പേര് MZ+Gaming. നമ്മൾ ഒരു പുതിയ ഗെയിമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഗൈസ്. ഈ ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ അനിയൻ്റെ മോനാട്ടോ. ബസ് സിമുലേറ്ററിൻ്റെ അനിയൻ്റെ മോനാണ്. എന്ന് വെച്ചാൽ ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ നിർമ്മിച്ച കമ്പനി ഉണ്ടല്ലോ, മാലിയോ. ആ മാലിയോടെ തന്നെ വേറൊരു ഗെയിമാണിത്, ബസ് സിമുലേറ്റർ ഇന്ത്യ. അപ്പോൾ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുക ഗൈസ്, നമുക്കൊരു ഇന്ത്യൻ മാപ്പ് ഇതിൽ ലഭ്യമാണ്. അതായത് മുംബൈ, ഡൽഹി, പിന്നെ നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചി മാത്രമേ ലഭ്യമുള്ളൂ ഗൈസ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം നമ്മളെ ബസ് കിട്ടിക്കാൻ നമുക്കിതാ ഈ ഒരു ബസ്സാണ് കിട്ടിയിട്ടുള്ളത്. സൗണ്ട് കൂട്ടിത്തരാം. സൗണ്ട് അല്ല, സൗണ്ട് ബസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബസ് കിട്ടി. അതിൻ്റെ റിമൊന്നും അങ്ങനെ ഇല്ല, അതിനെ കളർ പറ്റിയതാ. ബസ് എന്ന് വെച്ചാൽ ഈ ഒരു ബസ് നമുക്ക് കിട്ടിയത്. ആൻഡ് ഇതിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ ആണ്. പിക്ക് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 1 2 3 4 5 പേരെ നമ്മൾ കയറ്റി. 5 പേരെ നമ്മൾ ഇവിടുന്ന് കയറ്റി. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തൂലേ, ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തും, എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കൂട്ടും. അത് തന്നെ ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആട്ടോ. ഇറങ്ങിയിട്ട് ഒരു 8 ദിവസം എന്തോ ആയിട്ടുള്ളൂ കേട്ടോ. ഒരാഴ്ച 2 ദിവസം അങ്ങനെ പറഞ്ഞത്. 8 ദിവസം എന്തോ ആയിട്ടുള്ളൂ ഗെയിം ഇറങ്ങിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗെയിം. അതായത് എനിക്കിത് മെയിൻ ഇഷ്ടപ്പെടാൻ കാരണം സംഗതി ഗെയിമിന്റെ മറ്റേ ഇതുണ്ടല്ലോ, ഗ്രാഫിക്സ് ഒക്കെ നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇതിലാണ് കൂടുതൽ. അത് മാത്രമല്ല, നമ്മളെ കേരളയിലുള്ള പല വണ്ടികളും ഇതിൽ കിട്ടും ഗൈസ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ട്രാഫിക് വണ്ടികളാണ്. ട്രാഫിക് വണ്ടി കുറവുണ്ട് ഇതിൽ. ഇപ്പോൾ അതാ ഫ്രണ്ട് പോകണ വണ്ടിയിൽ ഒരു സ്കൂട്ടർ, ആ സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു ബസ് പോകണം കാണാം. ബസ്സാണ് ഓട്ടോറിക്ഷാണ് കേരളം. എന്തായാലും നമ്മുടെ കേരളത്തിലെ ടാറ്റ നെക്സോൺ ബസ് ഉണ്ട് പറയണം. പിന്നെ ഒരു ഓട്ടോറിക്ഷ, അതാ CNG ഓട്ടോറിക്ഷ. പിന്നെ നമ്മളെ ടയോട്ട ഇന്നോവ. എനിക്കിപ്പോൾ എൻ്റെ ബസ്സിൽ മാപ്പ് കാണാൻ കഴിയും. മാപ്പിന്റെ ഇതെന്ന് പറഞ്ഞാൽ മാപ്പിൽ റെഡ് കളർ ഡോട്ട് ഡോട്ട് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. ആ ഡോട്ടുള്ളിടത്താണ് നമ്മൾ നിർത്തേണ്ടത്. അവിടെയൊക്കെ പാസഞ്ചേഴ്സ് ഉണ്ടോ? അതാ മാപ്പിലേക്ക് വെക്കുക, മാപ്പിലേക്ക് വെക്കുക. അതാ കണ്ട ആ ഡോട്ടിലോട്ട് നമ്മൾ നിർത്തണം. അവിടെ ആൾക്കാരുണ്ടാവും. അതാ ഈ ആൾക്കാർ നമ്മൾ കയറ്റണം വണ്ടിയിൽ. എന്നിട്ട് ഡോറ് തുറന്നെടുത്താൽ ഒരു വന്ന് കയറിക്കോളും. ഇതാണ് എനിക്കിതിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാൻ. വേറെ ഒന്നും എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്നാലും ഗെയിം എനിക്ക് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനെക്കാട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഇന്തോനേഷ്യ ഒരു നമ്മളെ മാപ്പൊന്നും ഇല്ലായിട്ട് ഒരു ചടപ്പല്ലേനു. ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. അതായത് നിങ്ങളെ ഏത് ഫോണായാലും വരും. അതായത് ഫോൺ അടിക്കുമ്പോൾ ലാഗ് അടിക്കും ഗൈസ്. അതിനോട് ഞാൻ എപ്പോഴും പാസ്സാടല്. നമ്മളെ സ്റ്റിയറിംഗ് ഉള്ള ഹോൺ ഉണ്ടല്ലോ, അതടിക്കുമ്പോൾ വലിയ സീനില്ല. മറ്റേ വോയിസ് ഹോൺ ഉണ്ടല്ലോ, അത് ഹോണൊന്ന് മാറിക്കണേ, പക്ഷെ എന്നാലും ആ ഹോൺ അടിക്കുമ്പോൾ ഒരു ലാഗ് അടിക്കും. അതാണ് ഒരു ചായ്. അതാ ഇവിടെ 3 ആളാണ് കയറാനുള്ളത്. 3 ആള്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ ഇതന്നെയാണ്. നമ്മളിങ്ങനെ നല്ല ഇതിൽ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് സ്റ്റോപ്പിൽ നിർത്തേണ്ടി വരില്ല. അതാണ് എനിക്ക് ഇതിൽ മെയിൻ ഇഷ്ടപ്പെട്ട തന്നെ. ബസ് സിമുലേറ്റർ ഇന്ത്യ, അതാണ് ഗെയിമിന്റെ പേര്. ആൻഡ് ഇത് പ്ലേ സ്റ്റോറിലാണ് കിട്ടുക മെയിൻ. മറ്റേ വേറൊരു ഇതിലും എനിക്ക് തോന്നുന്നത് ഇറങ്ങിയിട്ടില്ല. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 പ്ലേ സ്റ്റോറിൽ മാത്രമേ ഈ ഗെയിം ഇറങ്ങിയിട്ടുള്ളൂ. വേറെ ഒന്നിലും ഞാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രക്ക് സിമുലേറ്റർ ഞാൻ കളിച്ചിരിക്കണോ? ഞാൻ കളിച്ചിട്ടുണ്ട്. വീഡിയോ ഇട്ടിരിക്കണം എനിക്ക് ഉറപ്പില്ല. ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ട്രക്ക് സിമുലേറ്ററിന്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരുന്നു. അപ്പോൾ റിപ്പയറിന് കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ ഒരു കാർ പാർക്കിന് വേണ്ടി പറഞ്ഞ വീഡിയോ എന്തായാലും നമ്മൾ ഇട്ടിക്കണല്ലോ. ഇനിയിപ്പോൾ ഇതടുത്തത് വോയിസിന് എന്തോ ഒരു കുഴപ്പമാണ് ഗൈസ്. ഇതാ ഫസ്റ്റ് വണ്ടി ഡിഫൻഡർ ഇതാ നമ്മളെ മുമ്പിൽ കണ്ടോ. വണ്ടി കാണാൻ ഒറിജിനൽ ഡിഫൻഡർ മാറി ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇങ്ങനെ നമുക്കറിയണ വണ്ടികൾ ഇങ്ങനെ റോട്ടുമ്പോൾ കൂടെ ആക്ടിവേറ്റ് ഹോൺ ചെയ്യും. ഞാൻ മിസ്സാക്കിയിട്ടൊന്നുമില്ല ഒരു സ്റ്റോപ്പ്. ഒരു റെഡ് കാണുന്നുണ്ട് മാപ്പിൽ. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ആരാ? ഓ, കയ്യോട്ടുണ്ട് ഗൈസ്. ഇതാണ്
ഫോൺ അടിക്കുമ്പോൾ ലാഗ് അടിക്കണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പാസിംഗ് ലൈറ്റും സ്റ്റെറിംഗ് ചില മറ്റേ സീനൗട്ട്. പാസിംഗ് ലൈറ്റ് വലിയ കുഴപ്പമില്ല, പാസിംഗ് ലൈറ്റ് നല്ല അടിയുണ്ട്. പിന്നെ ഹോൺ സ്റ്റിയറിംഗ് ഹോൺ ചില മെത്ത് പണി കാണും, ചില മെത്ത് കിട്ടും. പക്ഷെ മറ്റേ ഹോൺ തൊട്ടാൻ കഴിയില്ല ഗൈസ്, തൊട്ടപ്പ ലാഗ്. ഗെയിമിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതൊരു ഫിക്സ് ചെയ്യാൻ അറിയോ ഗൈസ്. ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ. ഇപ്പൊ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ റെഡി ആകാൻ ഗൈസ്, നല്ല ബഗ് ഉണ്ട് ഗെയിമിന്. എനിക്കൊന്ന് ഇറങ്ങിയതായതുകൊണ്ടാണ് കുറച്ച് നേരം റെഡി ആകാൻ ചാൻസ് ഉണ്ടല്ലേ. പറഞ്ഞാല് വൈപ്പർ ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോ ഏതാ ലൊക്കേഷൻ? ലക്കിടി, ഏതോ ലക്കിടി പറഞ്ഞ ലൊക്കേഷൻ. ഇതുവരെ എന്തായാലും റിപ്പയർ ചെയ്യണം കേട്ടോ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഇനി കാർ പാർക്ക് മൾട്ടിപ്ലെയറില് എന്താ വണ്ടി എന്താ ഒരു രസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കാണിച്ചാൽ എന്റെ ശരിക്കും എന്താണ് കേട്ടോ, നിങ്ങളിങ്ങനെ ഓവർ ടോപ്പ് ആവണ്ട. വൺ ഡേ ഞമ്മക്കൊരു കാലം വരും ഗൈസ്, അന്ന് ഞാൻ കാണിച്ചാൽ യൂട്യൂബിൽ ഉറപ്പാ. നാളെ അല്ല മറ്റന്നാളാ ഈ യൂട്യൂബിലൊരു വീഡിയോ വെക്കും, അതിലെന്റെ വണ്ടി കണ്ട് നിങ്ങൾ തൊള്ള വിളിച്ചേക്കും. കാർ പാർക്ക് മൾട്ടിപ്ലെയറിൽ നമ്മളെ ഫസ്റ്റ് മിനിറ്റ് ഇന്തോനേഷ്യയില് മോഡ് ഇതിലും കയറ്റ. പക്ഷെ ഫസ്റ്റ് മിനിറ്റ് ഇന്തോനേഷ്യയില് നമ്മളെ ഈ ഇതിപ്പോ എനിക്ക് ഫസ്റ്റ് കിട്ടിയ വണ്ടി തന്നെയാണ്. അതേമാതിരി തന്നെ ആ വണ്ടിക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും മറ്റേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ. ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് വെക്കാൻ കഴിയും ഇതിൽ, ലൈറ്റ് വെക്കാൻ കഴിയില്ല വണ്ടിക്ക്. അതൊരു മെയിൻ സംഭവം വണ്ടിക്ക്. ടയർ മാറ്റാ, ടയർ മറ്റേ മൊബൈൽ ഫോണൊക്കെ ഡാഷിന്റെ മേലൊക്കെ അതൊക്കെ ചെയ്യാൻ കഴിയും. ഈ ലൈറ്റ് വെക്കാൻ കഴിയില്ല, അതൊരു മെയിൻ സംഭവമാണ്. ലൈറ്റ് വെക്കാൻ കഴിയില്ല. പിന്നെ എന്തേനി വേറൊരു പ്രശ്നം പാടിണ്ടേനി, 2 ബസ്സുള്ള കളിച്ചിങ്ങനെ ഉണ്ടാക്കാം. കയറുമ്പോൾ 2 ഓപ്ഷൻ ഇല്ല, രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ കിട്ടുള്ളൂ. അതായത് ഒരു സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി ആൾക്കാരെ കയറ്റുന്നുണ്ടല്ലോ, അതാ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താലേ കിട്ടുള്ളൂ. ഫസ്റ്റത്തെ ഓപ്ഷന് നോർമലി തുടക്കത്തിൽ നാളെ കയറ്റി പിന്നെ ഇറക്കുന്ന ടൈപ്പാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വേണോ സെലക്ട് ചെയ്യണം, ഇത് ഇങ്ങനത്തെ കിട്ടണമെങ്കിൽ. ഇവർ ഇംപ്രൂവ് ചെയ്യണത് ഇത് തീരെ പ്രാന്തടിക്കില്ല. ഇത് സ്റ്റോപ്പ് ഒന്നും വരുന്നില്ലല്ലോ, കയറ്റം ഇറക്കം അതിനോടൊന്നും അത് കിട്ടുമോ കറക്റ്റ് ആയിട്ടൊന്ന് കൊണ്ടുവച്ചാൽ. എടാ അതില് 4 ഇൻഡിക്കേറ്റർ ഇടൂല മാറുന്നുണ്ട്. വീട്ടിൽ വെട്ടി മഴ ഒന്നും നിൽക്കാണ് വലിയ ഉപകാരം. ഇനി നിങ്ങൾ പറയും ഈ വ്യൂ ആണോ അല്ലെങ്കിൽ ആ വ്യൂ ലൈവാണോ? ഭാഗ്യം മഴ നിന്നു. എനിക്ക് ഈ വ്യൂ കുറച്ചും കൂടി പിടിച്ചു. കുരുവിക്ക് തത്തമിടൂ. സ്പീഡ് പോ. എന്തായി വണ്ടി ഇങ്ങനെ മെല്ലെ അരിച്ച കയറൂ. വണ്ടി മെല്ലെ അരിച്ചു പോവുകയാണ്. കേറിയ ഓക്കെ, ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കും. ഞാൻ എന്തായാലും നമുക്കൊന്ന് സ്പീഡിൽ ഇങ്ങോട്ട് വിട്ടോക്കാം. വണ്ടിക്ക് സ്പീഡ് കുറച്ച് കുറഞ്ഞ കാര്യമുണ്ട് ഗൈസ്. വേറൊരു സീൻ എന്ന് വെച്ചാൽ ഈ ഗെയിമില് ഈ ബഗ് തന്നെ ഗൈസ് മെയിന്. ഭയങ്കര ലാഗ്. ഒന്ന് ഹോൺ അടിച്ചാൽ മതി അപ്പൊ ലാഗാണ്. കൺട്രോൾ ചെറുതായിട്ട് തെറ്റുണ്ടല്ലോ ഈ വണ്ടിയില്. ഇതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം, നല്ല അടിപൊളി ഗെയിമാണ്. ഇന്തോനേഷ്യനെ കാട്ടി പിടിച്ചു. ഇന്തോനേഷ്യന്റെ ഗെയിമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗെയിമിലൊക്കെ മാറിക്കോളൂ. പക്ഷെ അടുത്ത അപ്ഡേറ്റ് മുതൽ മാറണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ അപ്ഡേറ്റിൽ നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഈ അടുത്ത അപ്ഡേറ്റിലായിരിക്കും നിങ്ങൾ ഈ ഗെയിം കയറ്റേണ്ടി വരാം. ഈ അപ്ഡേറ്റിൽ കയറ്റേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത നമുക്ക് ട്രക്ക് സിമുലേറ്റർ ഐഡി കളിക്കുക. പിന്നെ കാർ പാർക്ക് മൾട്ടിപ്ലെയറിന് ഒരു വീഡിയോ കൂടി ഉണ്ട്. പിന്നെ ഏതാണ്
നോക്കാം നമുക്ക് ഇങ്ങനെ. ഓ ഓ, ഇതൊക്കെ നിസ്സാരം. എടാ സ്റ്റോപ്പൊന്നും വിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കറിയില്ല സ്റ്റോപ്പ് വല്ലതും വിട്ടുക്കണോന്ന്. പോയപ്പോ ഇതാണ് ഇതെന്ത് ലാഗ്. സ്പാർക്ക് സഡൻ ബ്രേക്ക്. വയസ്സനപ്പം ബസ് കയറാൻ വരുന്നു. പോയി മരുന്ന് പിടിപ്പിക്കപ്പാ, കുറയ്ക്കണ്ടല്ലോ. ഹൈ, റോട്ടുമ്മലാണോ അവിടെ നടക്കണത്? മാറി മാറി മാറി. ആ ഫോണ് വിളിച്ചില്ലേ? അതൊക്കെയാണ്. ശരിക്കും പറയാലോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞമ്മക്ക് എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ ചേർത്തല്ല ഗൈസ്. എന്തായാലും ഞങ്ങൾക്ക് ഗെയിമിന്റെ റിവ്യൂ ഒക്കെ പറഞ്ഞല്ലേ. ഇപ്പൊ ഇത് ലെവൽ എന്തായാലും ഫുൾ ആക്കണമെന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അടുത്ത മിക്കവാറും കാർ പാർക്ക് സിമുലേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ട്രക്ക് സിമുലേറ്റർ ആയിരിക്കും. അപ്പോൾ ബൈ.